വേദിയിലുള്ള ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ഷാജൻ സക്രിയ അവർ, AIDYO സംസ്ഥാന അധ്യക്ഷൻ EV പ്രകാശൻ അവർ, UNA അഖിലേന്ത്യാ സെക്രട്ടറി സുധീർ എംപി, UNA സംസ്ഥാന അധ്യക്ഷൻ ഷോബി ജോസഫ്, UNA സംസ്ഥാന സെക്രട്ടറി അജയ് വിശ്വംഭരൻ, സംസ്ഥാന ട്രഷറർ ദിവ്യ ES, അധ്യാപക സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി നീത VM, UNA സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി നിതിൻ മോൻസണ്ണി, അഭിലാഷ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയുള്ള ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ജോബി ജോൺ അവർ, മിനി ബോബി, ഷേർലി സിസ്റ്റർ, ജയശ്രീ സിസ്റ്റർ, മറ്റു UNA സംസ്ഥാന ജില്ലാ യൂണിറ്റ് ഭാരവാഹികളെ, അതുപോലെ തന്നെ നമ്മുടെ UAE ഘടകം ഭാരവാഹികളായ ജെറിയും അഖിലൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ സ്റ്റേജിലേക്ക് കടന്നു വരണം എന്നാണ് പറയാനുള്ളത്. അവർക്കും അതുപോലെ ഈ പരിപാടിക്ക് ഒരുപാട് പ്രതിസന്ധികൾ മറഞ്ഞു കൊടുത്തുകൊണ്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഈ പരിപാടി വിജയകരമാക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് വളരെ അഭിമാനമുള്ളൊരു ദിവസമാണ്. കാരണം ആദ്യമായിട്ടാണ് UNA ഒരു സമ്മേളനം വൈകുന്നേരം ഇത്രയും വർണ്ണാഭമായിട്ട് നടത്തുന്നത്. ഈ പരിപാടി എത്ര മനോഹരമാണ് എന്നുള്ളത് കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് നോക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത്രമാത്രം ഈ പരിപാടിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന നിങ്ങളെ ഓരോരുത്തരെയും UNAക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. 2019 ഇതുപോലെ ഒരു കൺവെൻഷൻ നടത്തി ഏറ്റവും ഉജ്ജ്വലമായ വിജയം നാം കേരള നഴ്സിംഗ് കൗൺസിലിലേക്ക് നേടിയെടുത്ത. പക്ഷെ വിജയിച്ച് മാർച്ച് 7 നാം വിജയിക്കുകയും മാർച്ച് 9 നമുക്കെതിരെ ഒരു കേസ് വരികയും ആ കേസിൽ ഞാനടക്കം UNA വിജയിക്കപ്പെട്ട ഏതാണ്ട് 80% ആളുകൾ പ്രതികളാക്കപ്പെടുകയും അവർക്ക് പിന്നീട് കൗൺസിൽ കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ആ സമയത്ത് യഥാർത്ഥത്തിൽ 2011 മുതൽ 2019 വരെ എന്ന് പറഞ്ഞാൽ UNA ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും നിയമപരമായ കാര്യങ്ങളിൽ നമുക്ക് വലിയ അജ്ഞതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കേസ് സുപ്രഭാതത്തിൽ വന്നപ്പോ അതിനെ നേരിടാൻ നാം പകച്ചു. യഥാർത്ഥത്തിൽ നേരത്തെ സ്വാഗത പ്രസംഗിയായ എറണാകുളം ജില്ലാ പ്രസിഡന്റ് എന്റെ പ്രിയ സുഹൃത്തുമായ ഹാരിസ് മന്മറ ഇവിടെ അതിനെപ്പറ്റി വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, അന്ന് സംഘടന എങ്ങനെ മുന്നോട്ട് പോകും, കാരണം ഒരു സംഘടന നേതൃത്വം മുഴുവൻ ഒരു കേസിൽ പ്രതികളാക്കപ്പെടുന്നു, നമുക്കെല്ലാം ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു, അതിക്രൂരമായി പോലീസ് നമ്മുടെ ആളുകളെ ചോദ്യം ചെയ്യുന്നു, സംഘടനാ പ്രവർത്തനം അനുവദിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാക്കുന്നു, പുലർച്ചെ നമ്മുടെ നേതാക്കന്മാരുടെ ഓരോ വീടുകളും റെയ്ഡ് നടക്കുന്നു. അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നമ്മളെ പരാജയപ്പെടുത്താനും നമ്മുടെ കൗൺസിലിൽ നിന്ന് അകറ്റി നിർത്താനും അന്ന് സാധിച്ചു. ഇന്നും നമുക്കറിയാം, 5 വർഷം നാം വെറുതെ ഇരുന്നില്ല. നമ്മളെ അന്ന് പുറത്താക്കാൻ വേണ്ടി ഓട് പൊളിച്ചിറങ്ങി പ്രസിഡന്റായ ആ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും കോടതിയിൽ നിയമപരമായിട്ട് പുറത്താക്കിയിട്ടാണ് ഇത്തവണ KNMC ഇലക്ഷൻ നടത്താനുള്ള അനുമതി ഈ സംഘടന നേടിയെടുത്തത്. അപ്പൊ ഇന്നും പറയുന്നുണ്ട് പലതും, എന്താ നിങ്ങൾ വലിയ ആളതൊന്നും പ്രകടിപ്പിക്കണ്ട, നിങ്ങളെ എങ്ങനെ ചുരുട്ടിക്കെട്ടാമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് അവരോട് പറയുന്നു, വെല്ലുവിളിക്കുന്നു. UNA നിങ്ങൾക്ക് കള്ളക്കേസ് എടുത്താലോ ഞങ്ങളെ കൊന്നിട്ടല്ലാതെ ഇത്തവണ KNMCയിൽ നിന്ന് ഞങ്ങളെ ഭരണം മാറ്റാൻ സാധിക്കില്ല എന്നുള്ളത്. ഭരിക്കാൻ UNA തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ആയിരിക്കും. അങ്ങനെയാണല്ലോ അല്ലെ? ഇനി അനുഭവ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആസ്റ്റർ ആശുപത്രിയിലെ CNOട് പോയി ചോദിച്ചാൽ മതി. ഒരു ഉത്തരവിറക്കി ഒരാഴ്ച മുമ്പ് 5 മിനിറ്റോട് ഭക്ഷണം കഴിക്കണമെന്ന്. ഇനി അധികകാലം 5 മിനിറ്റ് ഭക്ഷണം കഴിക്കാനുള്ള യോഗം ആ CNOക്ക് ഉണ്ടാവില്ല എന്നതാണ് അവിടെ പിന്നീട് UNA കരുത്തറിഞ്ഞപ്പോ മനസ്സിലാക്കി. നേരത്തെ ആരിസ് പറഞ്ഞു, ഇവിടെ പറഞ്ഞപ്പോ എറണാകുളത്തിന്റെ ചരിത്രം, കേരളത്തില് ഈ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ CNOമാരെ UNA പുറത്താക്കിയിരുന്നത് അല്ലെ? ലേക്ഷർ ആശുപത്രിയിൽ ഒരു CNO ഉണ്ടായിരുന്നു. അവരെന്താ പറഞ്ഞത്? സംഘടന 1 മാസത്തിനുള്ളിൽ ഈ സംഘടന ലേക്ഷോർ ഇല്ലാതാകുന്നു. ഇന്ന് നിങ്ങൾ നോക്കിയാൽ മതി, അവിടുത്തെ മെജോറിറ്റി നഴ്സുമാരും അവിടെ UNA പ്രവർത്തിക്കുന്നു. ആ CNO ഇവിടെ മത്തിക്കച്ചവടം നടത്തുന്നു അല്ലെ? അങ്ങനെ പ്രവർത്തനം ഇവിടെ മാത്രമല്ല,
നമുക്കെതിരെ നിന്ന എല്ലാവരെയും ഐക്യത്തോടെ നേരിട്ട് മുന്നോട്ട് വന്ന ഒരു സംഘടനയാണ് നമ്മൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയധികം വനിതകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി ദ്രുതഗതിയിൽ നടത്താൻ ശേഷിയുള്ള എത്ര സംഘടനകൾ കേരളത്തിലുണ്ടാവും? ഈ സംഘടനയിലേക്ക് ആളുകൾ കടന്നു വരുന്നത് അവർക്കറിയാം ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ നേരിടാൻ അവിടെ നഴ്സുമാർക്ക് സഹായമായി എത്താൻ ഈ പ്രസ്ഥാനം മാത്രമേ കാണുകയുള്ളൂ. എന്നോട് ഷാരി സാർ ചോദിച്ചു, എന്താണ് നിങ്ങളെ നേതൃനിരയിൽ പെൺകുട്ടികളുടെ അഭാവമുണ്ടല്ലോ? നമ്മുടെ സംഘടന ഞാൻ ഷാരി സാറിനോട് പറഞ്ഞു കൊടുത്തു, എന്ത് ഈ സംഘടന പ്രതിസന്ധി നേരിടുമ്പോഴെല്ലാം സംഘടനയെ താങ്ങി നിർത്തിയുള്ളത് വനിതകളായിട്ടുള്ള നേതാക്കന്മാരാണ്. അതിന്റെ ശക്തി അറിയണമെങ്കിൽ കേരളത്തിലെ ആശുപത്രിയുടെ ഓരോ യൂണിറ്റുകളിലേക്കും ചെന്നാൽ അറിയാം, മുഴുവൻ യൂണിറ്റുകളും യുവനയുടെ ഏറ്റവും ശക്തി ദുർഗമായിട്ടുള്ള യൂണിറ്റ് എലൈറ്റ് ഇവിടെ ഇരിക്കണ്ടേ അല്ലേ? ആൺകുട്ടികൾ ഇല്ലാത്ത ഒരു യൂണിറ്റ് എത്രയോ ആശുപത്രികളിൽ ഈ സംഘടന ഒരു കാലഘട്ടത്തിൽ മെയിൻ നഴ്സുമാർക്ക് നിരോധനം കൊണ്ടുവന്നു. ആശുപത്രി വേണ്ട, UN ഇല്ലായ്മ ചെയ്യാം. എന്ത് സംഭവിച്ചു? സംഘടന കൂടുതൽ കരുത്തർജിച്ചു. 36 രാജ്യങ്ങളിൽ ഔദ്യോഗികമായ ഒരു സംഘടനക്ക് ആളുകളുണ്ടായി. അന്ന് UNA ഈ എറണാകുളം ജില്ലയിൽ നിന്ന് ആദ്യമായിട്ട് എറണാകുളം ജില്ലയില് സംഘടനയ്ക്ക് വേണ്ടി ജോലി രാജിവെക്കുന്നത് UNയുടെ ഇപ്പോഴത്തെ ഇന്റർനാഷണൽ കോർഡിനേറ്ററായ ജിബിനോയ, ഇന്ന് കാനഡയിലാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, എന്ത് പ്രശ്നം വന്നാലും ആദ്യം സംഘടനയെ ചേർത്ത് നിൽക്കാൻ അവരിവിടെ എത്തും. അതുപോലെ എല്ലാ ആശുപത്രി ഇലക്ഷനിൽ 2 വട്ടം അങ്ങനെ ഒരുപാട് സമരങ്ങൾ. UNയുടെ ഉരുക്കുകോട്ട തൃശ്ശൂരാണെങ്കിൽ കാരിരുമ്പ് പോലെ കാത്തുക്കുന്ന ഒരു ജില്ലയാണ് ഈ എറണാകുളം എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. അടുത്ത നമ്മൾ സമ്മേളനം നടക്കാൻ പോകുന്നത് എവിടെയാ? കോഴിക്കോടാണ്. അവിടെ ഇതിനേക്കാൾ കരുത്തോടു കൂടിയുള്ള ഒരു സമ്മേളനം നിങ്ങൾക്ക് കാണാം. ഇത്തവണത്തെ ഏറ്റവും മികച്ച ജില്ലയായിട്ട് തെരഞ്ഞെടുത്ത് പത്തനംതിട്ട ജില്ലയാണ്. ആ പത്തനംതിട്ട ജില്ലയിലും സംഘടനയ്ക്ക് ഏറ്റവും ശക്തമായ കരുത്തുണ്ട്. 2019 ഇലക്ഷൻ നേരിടുമ്പോ UNക്കുണ്ടായിരുന്ന കരുത്തിന്റെ 10 മടങ്ങ് കരുത്തിലാണ് 2025 ഈ സംഘടന ഇലക്ഷൻ നേരിടാൻ പോകുന്നത്. ഇത്തവണ നിർത്തുന്ന സ്ഥാനാർത്ഥികളെല്ലാം നിങ്ങൾക്കറിയാം, അവരെല്ലാം ഈ വേദിയിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള ആളുകളാണ്. ആരും ചുമ്മാ അങ്ങോട്ട് ആരും കയറി ചൊറിഞ്ഞാൽ വെറുതെ പോകുന്ന ഒരാളെയും സ്ഥാനാർത്ഥികളായിട്ട് നമ്മൾ നിർത്തിയിട്ടില്ല. ഒരിക്കൽ ചൊറിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഏതെങ്കിലും നഴ്സിംഗ് മേഖലയിൽപ്പെട്ട ആളുകൾ നിങ്ങളെ ഉപദ്രവിക്കാൻ ഒരുങ്ങിയാൽ അവർ രജിസ്ട്രേഷൻ പുതുക്കാൻ പോലും ഇനി ഭയപ്പെടും എന്നുള്ള ഒരു കൗൺസിലായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക. പ്രത്യേകിച്ച് നമുക്കറിയാം അല്ലെ, ആശുപത്രികളിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നത് പലപ്പോഴും നമ്മുടെ തലക്ക് മുകളിലുള്ള ആൾക്കാരുടെ ഒരു ഈഗോയാണ് അല്ലെ. ആശുപത്രി അങ്ങനെയാ. ഹാസ്റ്റലിൽ ചർച്ചയ്ക്ക് പോയപ്പോ മാനേജ്മെന്റ് പറഞ്ഞു, നിങ്ങൾ 5-10 മിനിറ്റ് പക്ഷെ അന്ന് 15 മിനിറ്റോ അരമണിക്കൂർ കൊടുത്താൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ UNയുടെ സമ്മേളനങ്ങൾക്ക് പോയ പ്രശ്നമില്ല. പക്ഷെ അവിടെ ഒരു CNOയും 2 DCNOമാര് മാനേജ്മെന്റ് നമ്മൾ സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയ പരിധിക്കുള്ളിൽ തീരുമാനം വേണം. UNA ഇപ്പോഴത്തുള്ള ഏറ്റവും വലിയ തീരുമാനം അതാണ്. ആദ്യം നന്നാക്കേണ്ടത് സ്വന്തം പ്രൊഫഷനിലെ കുലംകുത്തികളെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ രീതിയിൽ ഉജ്ജ്വലമായി നാം മുന്നോട്ട് പോകും. പ്രിയ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളതും പറയാനുള്ളതും ഒരു കാര്യമാണ്. ഈ വന്ന ഓരോരുത്തരും 10 വോട്ട് വെച്ച് കളക്ട് ചെയ്താൽ 1,00,000 വോട്ടിന് നമ്മൾ ജയിക്കും. ആ 1,00,000 വോട്ടിന് നമ്മൾ ജയിച്ചാൽ നഴ്സുമാരുടെ തലവര മാറി തുടങ്ങുന്നത് അവിടെയായിരിക്കും. ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. പക്ഷെ ഞാൻ പറയുന്നത് കേവലം ഒരു വിജയമല്ല നമുക്ക് വേണ്ടത്, 1,00,000 വോട്ടിന്റെ വിജയമാണ് വേണ്ടത്. അതിന് നാം സജ്ജരാകണം. നമ്മൾ ആദ്യമേ പ്രഖ്യാപിച്ചാണ് 2025 നഴ്സുമാരുടെ പോരാട്ട വർഷമായിരിക്കും. 2018 ഏപ്രിൽ 24 ഒരു ശമ്പള പരിഷ്കരണം വന്നിട്ട് പിന്നീട് 4 ഇതുവരെ ആരും അനങ്ങിയിട്ടില്ല. സർക്കാർ IRC കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി പഠിച്ചു തുടങ്ങിയിട്ട് കൊല്ലം കുറച്ചായി അല്ലെ. അതുകൊണ്ടാണ് ഈ ആശാ വർക്കർമാര് കഴിഞ്ഞ ദിവസം സർക്കാർ ഒരു കമ്മിറ്റി വെക്കാൻ പറയുമ്പോൾ അവർ വേണ്ടാന്ന്. എന്താ കാര്യം? കമ്മിറ്റി വെച്ചാൽ കമ്മിറ്റിയുടെ പഠനം ജന്മതിഥിയില്ല. അവരിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് പഠിക്കണമെന്ന് മാത്രം ആർക്കും ഒന്നും അറിയില്ല. ആശുപത്രി മാനേജർ പറയണത് ജീവിത ചെലവ് കുറഞ്ഞിട്ടുണ്ട്, എന്താക്കണം? ശമ്പളം 18,000 കുറയ്ക്കണം. IMA പറയുന്നു നഴ്സുമാരുടെ ശമ്പളം കൂട്ടാൻ പറ്റില്ല. IMAയോട് ഞങ്ങൾ പറയുന്നത്
നിങ്ങൾ നഴ്സുമാരുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എന്നുള്ളതാണ് ഞങ്ങൾക്ക് IMAയോടും IMAയുടെ വാലായി നിൽക്കുന്ന ചില ഡോക്ടർമാരോടും പറയാനുള്ളത്. എല്ലാ ഡോക്ടർമാരെയല്ല, ചില ഡോക്ടർമാർക്ക് കുറച്ച് ക്രമീകരണമുണ്ട്. ആ ക്രമീകരണം നമ്മളിപ്പോ ഘട്ടം ഘട്ടമായി തീർത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് നേരത്തെ സ്വാഗത പ്രാസംഗം പറഞ്ഞ കുറച്ച് യൂട്യൂബർമാരെ അവരെ പണം കൊടുത്ത് നമുക്കെതിരെ 4 വീഡിയോ ചെയ്യുക. 4 വീഡിയോ ചെയ്താൽ തോറ്റ് പിന്നോട്ടോടുന്ന ഒരു വിഭാഗമാണോ UNAയുടെ പ്രവർത്തകരെന്നുള്ളത്? ഈ സംഘടന ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോ പലരും പറഞ്ഞു എന്താണ് 19,000 കസേര ഇപ്പോൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, ഒറ്റ കസേരയിലെ ബസ്സുകൾ ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുക. ഈ സംഘടന സർക്കാരിനോടും പറയുന്നു, നിങ്ങൾക്കുള്ള സമയം ഞങ്ങൾ 100 ദിവസമാണ് തരുന്നത്. 100 ദിവസം കൊണ്ട് കേരളത്തിലെ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചില്ലെങ്കിൽ മഴക്കാലമാണെന്ന് പറയേണ്ട. ഞങ്ങൾ സമരരംഗത്തുണ്ടാകുമ്പോ നിങ്ങളുടെ ഭീഷണികളും അല്ലെങ്കിൽ എതിർപ്പുകളും ഞങ്ങൾക്കൊരു പുല്ലുമാകില്ല എന്നതാണ്. ചില ആളുകളുണ്ട് എന്റെ പറഞ്ഞ അപ്പം മതം എടുത്തിടും. മതത്തെ എന്നിട്ട് അളക്കാൻ വന്നാൽ അതേ കോല് കൊണ്ട് അടിക്കാൻ ശേഷിയുള്ള യുവത്വമാണ് നഴ്സുമാർ എന്നുള്ളത് മനസ്സിലാക്കണം. ജീവിക്കാൻ, ഈ മണ്ണിൽ ജീവിക്കാൻ ശമ്പളം കൂടിയേ തീരും, അല്ലെ? ഇവിടെ ബംഗാളിക്ക് കിട്ടുന്ന ശമ്പളം പോലും നഴ്സുമാർക്കില്ല. അപ്പോഴാണ് IMAയുടെ പ്രസിഡന്റ് 1 വർഷം മുമ്പ് പറഞ്ഞ, എന്താ നിങ്ങൾ ഇവിടുന്ന് ശമ്പളം കിട്ടുന്നു പ്രതീക്ഷിക്കണ്ട. എന്താണ് നിങ്ങൾ വിദേശത്ത് ഗവൺമെന്റ് അമ്മായിന്റെ പോകാനല്ലോ വിദേശത്ത് വിസ ഉണ്ടാക്കി വെച്ചത്. അപ്പൊ അത് വേണ്ട. പിന്നെ വേറെത്തുണ്ട്, ഞാൻ വലിയ ആഗോള പത്രപ്രവർത്തകനാണ്. നിങ്ങൾ നഴ്സുമാർ കിട്ടുന്ന ശമ്പളം കൊണ്ട് ആശുപത്രിയെ സേവിക്കണം. അവനും അവന്റെ അപ്പയും അവന്റെ അമ്മയും സേവിച്ചോട്ടെ, ഞങ്ങളെ സേവിക്കാൻ വേണ്ട, ഞങ്ങൾക്ക് ശമ്പളം തന്നെ വേണം എന്നുള്ളത് പറയാനാണ്. നഴ്സൊരു തൊഴിലാണ്, പ്രൊഫഷനാണ്, അല്ലെ? നഴ്സിംഗ് പഠിക്കുമ്പോ നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ എന്നാണ് പഠിക്കാറ്, അല്ലെ? നഴ്സിംഗ് ആസ് എ ചാരിറ്റി എന്നാലും പഠിച്ചിട്ടുണ്ടോ? ഈ ചാരിറ്റി ആശുപത്രിയിൽ എന്തെങ്കിലും ചാരിറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ടോ? ആ ആശുപത്രിയിൽ ഒരു നഴ്സോ ഒരു സാധാരണക്കാരനോ പോയാ അവിടെ കിട്ടുന്ന ബില്ലിൽ നിന്ന് നോക്കിയാൽ മതി നഴ്സിംഗ് ചാർജ് എത്രയാണ്. ഒരു ചാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾക്കെതിരെ തിട്ടൂരം പ്രകടിപ്പിക്കുന്നതെങ്കിൽ അവരോട് പോയി പണി നോക്കാൻ ഈ സംഘടന പറയും. ഞങ്ങൾ പറയുന്നു, സമരം നടത്തണമെന്നോ പ്രക്ഷോഭം നടത്തണമെന്നോ ആരെയും പ്രയാസപ്പെടുത്തണമെന്നോ ഒരാഗ്രഹവും ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ലോ. മദർ ആശുപത്രി എന്ന് തന്നെ തൃശ്ശൂരുണ്ട്, ഡോക്ടർ ഹക്കീം. അത് എപ്പോഴും ഡിമാൻഡ് ഒക്കെ റെഡിയാക്കും. ഒപ്പിടാൻ സമയത്ത് അയാൾ ചോദിക്കും, നിങ്ങളുടെ സംഘടനക്ക് ഇത്ര കരുത്തുണ്ടോ? ഒപ്പിട ഡൗട്ടാണ്. അപ്പൊ ആശുപത്രി 300 പേഷ്യന്റ് ഉണ്ടാവും. അപ്പൊ നമ്മളെല്ലാവരും കൂടി ഒരു സമരത്തിന് പുറത്താകും. അപ്പൊ പേഷ്യന്റ് 3-4 അപ്പൊ കയറിക്കോ, ശമ്പളം കൂട്ടി തരാം. ഇങ്ങനത്തെ മണ്ടന്മാർ ഭരിക്കുന്ന ആശുപത്രികൾ, ആ ആശുപത്രിക്കാരോടാണ് നമ്മൾ ഏറ്റുമുട്ടുന്നത്, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷമുള്ള CNO ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാനല്ല നിങ്ങളെ ഉപദ്രവിച്ചത്, മാനേജ്മെന്റ് ആണ്. ഞങ്ങൾ പറഞ്ഞു, അത് അന്ന് ആലോചിച്ചാൽ പോലെയെന്നോ? മാനേജ്മെന്റിനോട് ചേർത്ത് കെട്ടിപ്പിടിക്കുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. നഴ്സുമാരൊന്ന് മുഷ്ടിച്ചുരുട്ടിയപ്പോ വീട്ടിൽ പോയിരിക്കേണ്ടി വന്നു. അത് എല്ലായിടത്തും അങ്ങനെയാ. അശ്വിനി ആശുപത്രിയില് ഒരിക്കൽ സമരം നടന്നു, 43 ദിവസം സമരം നടന്നു. ചർച്ചയുടെ അവസാനം മാനേജ്മെന്റ് പ്രതിനിധി പറയാണ്, ഞങ്ങൾ ഷഫ്ലിംഗ് ഞങ്ങൾ ചെയ്തിരിക്കും. അപ്പൊ ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നഴ്സുമാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇതാണ്. 1 മണിക്കൂറോളം ചർച്ച ചെയ്ത് ലാസ്റ്റ് പറഞ്ഞു ഷഫ്ലിംഗ് അനുവദിക്കില്ല. അപ്പോ മീഡിയേറ്റർമാരെ വെച്ച്, എന്താണ് നിങ്ങൾക്ക് ഷഫ്ലിംഗ്? യൂണിഫോം ഇടാതെ ഒരാളെയും വാടകയ്ക്കില്ല. അപ്പൊ വിളിച്ച, അതാണോ ഷഫ്ലിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്? അതെ, എന്നാ തെളിയിക്കോ, യൂണിഫോം ഇടാത്ത ഷഫ്ലിംഗ് ഞങ്ങൾ ചെയ്യില്ല. അപ്പൊ അതുപോലും അറിയാതെ ഏതോ CNO അപ്പോഴും ഉപദേശം കൊടുത്തു. ആ CNO ഇന്ന് വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നുണ്ട്. അവരൊന്ന് വെൽക്കെയറിൽ വന്നു നോക്കി, അല്ലെ? വെൽക്കെയറിൽ വന്നപ്പോ 10 മാസം കൊണ്ട് കുട്ടികൾ താത്ത വിളിച്ചു. അപ്പോ അത്രയും കരുത്തരായിട്ടുള്ള ഒരു വിഭാഗം നാം പണിയെടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ആർക്കൊണ്ടും പറ്റുമോ? അങ്ങനത്തെ ഒരു തൊഴിൽ വിഭാഗം. നമുക്ക് ഏറ്റവും ശക്തമായ പിന്തുണ 2 പേരെ ഈ പരിപാടി കുറിച്ചുള്ളൂ. എന്നോട് ഷാൻ സാർ ചോദിച്ചു, ഈ പരിപാടി എന്താ നിങ്ങൾ ഇത്രയും അധികം ആളുകളെ കുറിച്ച് ഇത്രയും വർണ്ണശബളമായി ഒരു പരിപാടി നടത്തിയത്, നിങ്ങൾ 1-2 ആൾക്കാരെ മാത്രം വിളിച്ചത്?
ഒറ്റ മറുപടി ഞങ്ങൾ പറഞ്ഞു. എന്താ? ഞങ്ങളുടെ പ്രതിസന്ധി കാലഘട്ടത്തിൽ, ഞങ്ങളുടെ കഷ്ടകാലത്തിൽ ഞങ്ങൾക്കൊപ്പം ഒരു തണലായി നിന്നവരെ മാത്രമേ എക്കാലയും യുഎൻഎയുടെ വേദിക്കേറ്റുള്ളൂ. പണ്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്, എല്ലാ പാർട്ടിക്കാരും വിളിക്കും അല്ലെ? എല്ലാ പാർട്ടി നേതാക്കന്മാരും വന്നിട്ട് പറയും, എന്താ നഴ്സുമാര് എന്താണ് മാലാഖമാരാണ്, തേങ്ങയാണ്, പൂളാണ് എന്ന് പറയും അല്ലെ? മാലാഖമാർക്ക് വിശപ്പില്ല, നഴ്സുമാർക്ക് അങ്ങനെയാണോ? ഒരു കുടുംബമുണ്ട്. അങ്ങനെയാണല്ലോ ഷൈനി എന്ന് പറയുന്ന നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരി എല്ലാ ആശുപത്രിയിലും കയറി ഇറങ്ങി ഒരു ജോലിക്ക് വേണ്ടി. ആ വാർത്ത പോലും ഷാജൻ സാർ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അല്ലെ? തന്റെ പിഞ്ചുമക്കളായിട്ടുള്ള 2 പേരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ലോക്കോ പൈലറ്റ് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? ട്രെയിൻ അടുത്തെത്തിയിട്ടും നിർത്താതെ ഓണടിച്ചിട്ടും ആ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മരണത്തെ പുലുകിയെങ്കിൽ ഷൈനി അനുഭവിച്ച മാനസിക വ്യത, ഡിപ്രഷൻ എത്രമാത്രമായിരിക്കും? ഏറ്റവും കൂടുതൽ ഡിപ്രഷന് പോകുന്ന ഒരു വിഭാഗമല്ലേ നഴ്സുമാര്. എങ്ങനെയാണ് ഡിപ്രഷന് പോകുന്നത്? ആശുപത്രി എന്തിനും ആട്ടും തുപ്പും കേട്ട് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ആരെങ്കിലും ചെയ്ത മിസ്റ്റേക്കും നഴ്സുമാരുടെ തലയിലിടുന്ന വ്യവസ്ഥിതി. ഷൈനി UN അംഗമായിരുന്നില്ല. ഷൈനി UN അംഗമായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പ് നൽകാനാകും, ഷൈനിയെ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. കാരണം ഈ സംഘടന ഉണ്ടായത് ബീന ബേബി എന്ന് പറയുന്ന നമ്മുടെ സഹോദരി ബോണ്ട് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് 50,000 രൂപ കെട്ടിവെക്കാൻ പണമില്ലാതെ ഒരു സമൂഹത്തോട് എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലായിരുന്നു. നിങ്ങളെങ്കിലും സംഘടിക്കുന്നു, അല്ലെങ്കിൽ എന്റെ മാർഗം തിരഞ്ഞെടുക്കുന്നു കത്തെഴുതി വെച്ചിട്ട് അവരുടെ പിൻഗാമികളായിട്ടാണ് ഈ UN എന്നുള്ള പ്രസ്ഥാനം ഉണ്ടാകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ഇപ്പൊ ഇലക്ഷന് മത്സരിക്കുന്നുണ്ട് 5ഓളം വിഭാഗം യുഎനെതിരായിട്ട് മത്സരിക്കുന്നുണ്ട്. ഇതുപോലൊരു പരിപാടി അവർക്ക് നടത്താൻ സാധിക്കും. പക്ഷെ എവിടെ ആപ്പ് വെക്കാൻ പറ്റോ അവിടെ കൊടുന്ന് അവർ നമുക്ക് ആപ്പ് വെക്കും. ഇനി നമ്മൾ സമരം പ്രഖ്യാപിക്കുന്നു അല്ലെ? 100 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ സമരം പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ കണ്ടോ? ഒപ്പം 10 സംഘടനകൾ സമരം പ്രഖ്യാപിക്കും. എന്താ കാര്യം? അവർക്കും ആളില്ല. എന്നാൽ നമ്മുടെ സംഘടന നേടിയെടുത്ത സംഗതി അവരുടേതായിട്ട് വേണ്ടി. നമ്മൾ കേന്ദ്ര സർക്കാരിന് പറഞ്ഞു 1 ഇന്ത്യ 1 രജിസ്ട്രേഷൻ നടപ്പിലാക്കണം. അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ പലരും അതിനെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തും. നമുക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട, പക്ഷെ നഴ്സുമാർക്കറിയാം ഈ സംഘടന എങ്ങനെയാണെന്ന്. പ്രിയ സുഹൃത്തുക്കളെ, 5 വർഷക്കാലത്തിന് ശേഷം നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ നിയമ പോരാട്ടം നടത്തിയിട്ട് നമ്മൾ നേടിയെടുത്താണ് ഈ KMMC ഇലക്ഷൻ. ഈ ഇലക്ഷനിൽ നമ്മുടെ സാരഥികളായിട്ട് മത്സരിക്കുന്നവരെല്ലാം UN വേണ്ടി നിസ്തുലമായി പ്രവർത്തിക്കുന്നവരാണ്. ഈ UN തുടങ്ങിയ കാലം മുതൽ ഈ സംഘടനയ്ക്ക് വേണ്ടി പൊരുതുന്നവരാണ്. അവരെ വിജയിപ്പിച്ചാൽ ഇപ്പൊ എങ്ങനെയാ? കൗൺസിലേക്ക് ഒരു ഫോം വിളിച്ചാൽ എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു ഗുഡ് സ്റ്റാൻഡിങ്ങിന് വേണ്ടി അപേക്ഷിച്ചാൽ അത് കിട്ടണമെങ്കിൽ നമ്മൾ ലോട്ടറി എടുക്കുന്നതിന് തുല്യമായിട്ടുള്ള അവസ്ഥയാണ്. UN വേണ്ടി വോട്ട് കുത്തുന്ന ഓരോരുത്തരോടും നിങ്ങൾ പറയണം, നിങ്ങളുടെ ഫോൺ കൗൺസിൽ എടുത്തില്ല എങ്കിൽ ഞങ്ങളുടെ മെമ്പർമാർ എടുക്കും. നമുക്ക് വോട്ട് ചെയ്ത ഒരാളും നിരാശരാകേണ്ടി വരില്ല എന്നുള്ളത് UN നൽകുന്ന ഉറപ്പാണ്. ആ ഉറപ്പ് നിങ്ങൾ ഓരോരുത്തരുടെടുത്തും പറയണം, നിങ്ങൾ അവബോധിപ്പിക്കണം. ഈ വിജയം നമ്മുടെ ശത്രുക്കൾ കാണണം, മാനേജ്മെന്റുകൾ കാണണം, അവർ മനസ്സിലാക്കണം. ചൂഷണം അവസാനിപ്പിച്ചില്ലെങ്കിൽ അവസാനിപ്പിക്കാൻ ഉള്ള ഒരു വിഭാഗം ഇവിടെയുണ്ട് എന്നുള്ളത്. ആ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളൊപ്പം പഠിച്ച ഓരോരുത്തർക്കും വോട്ടുണ്ട്. നിങ്ങളൊപ്പം വർക്ക് ചെയ്ത, മുൻ വർഷങ്ങൾ വർക്ക് ചെയ്തവർക്ക്, ഒരിക്കലെങ്കിലും കേരള നഴ്സിംഗ് കൗൺസിൽ കേരളത്തിൽ വർക്ക് ചെയ്ത 3 നഴ്സുമാർക്കും അവർ പിന്നീട് കർണാടകയിലേക്കോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലേക്കോ ഡൽഹിയിലേക്കോ എവിടേക്കോ പോയി അവർക്കൊക്കെ വോട്ടുണ്ട്. ഒരു രജിസ്റ്റേർഡ് നഴ്സിന് 6 വോട്ടുണ്ട്. 2 വോട്ടുകൾ ANM നഴ്സുമാർക്കുണ്ട്. 4,39,000 രജിസ്റ്റേർഡ് നഴ്സുമാരും 19 ഇലക്ഷനാണ്. ആ ഇലക്ഷന് ഏപ്രിൽ 20 മുതൽ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് ആ ബാലറ്റ് എത്തും, സഹപ്രവർത്തകരുടെ വീട്ടിലെത്തും. നാം വിചാരിച്ചാൽ അത് കളക്ട് ചെയ്യുക വളരെ വളരെ നിസ്സാരമാണ്. മുൻ വർഷവും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാനും അത് പ്രവർത്തിക്കാനും നിങ്ങൾ ഓരോരുത്തരും തയ്യാറാണെന്ന് എനിക്കറിയാം. ആ
ഒരു പ്രവർത്തനത്തോടുകൂടി 2025 നമ്മുടെ പോരാട്ടം ആരംഭിക്കും. പിന്നീട് ഈ വർഷം ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിടാം, പുതിയ ശമ്പള പരിഷ്കരണം 2025 ഓരോ ആശുപത്രി ജീവനക്കാരനും വാങ്ങിയിരിക്കും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് നാം കൃത്യമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത്. ആ രീതിയിൽ ഉജ്ജ്വലമായ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും നമുക്കൊപ്പം ഉണ്ടാകണം. അതുകൊണ്ടാണ് നമ്മുടെ ആപ്തവാക്യം ടുഗദർ വി ആർ സ്ട്രോങ്. ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ പ്രിയ സഹപ്രവർത്തകരെ കരുത്തുള്ളൂ. ഒരാൾക്കും തൊടാൻ സാധിക്കില്ല. ആ രീതിയിൽ നാം പ്രവർത്തിക്കണം. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് പ്രശ്നമുണ്ടായാൽ അവരെ കൈപ്പിടിച്ചുയർത്താൻ അല്ലെങ്കിൽ അവളെ കൈപ്പിടിച്ചുയർത്താൻ നമുക്കാവണം. അങ്ങനെയാണ് സംഘടനയെ ചേർത്ത് പിടിക്കുന്നത്. ആശാവർക്കന്മാരുടെ സമരം കണ്ടില്ലേ? എത്ര ധീരതയോടെയാണ് അവർ സമരം ചെയ്യുന്നത്. നമ്മൾ കേട്ട എല്ലാ പഴികളും, നമ്മൾ സമരം ചെയ്യുമ്പോൾ നമ്മൾ കേട്ട എല്ലാ പഴികളും അവർ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് ഗംഭീരമായ പിന്തുണ കൊടുക്കുന്നത്. സംയുക്ത ട്രൈബ്യൂണൽ ഉണ്ടാകുന്ന കുറെ സാധനമുണ്ട്. ഇവര് ഒരുപാട് തീരുമാനം എടുക്കും, പക്ഷെ ഇവർക്ക് വേണ്ടത് കമ്മിറ്റികൾ മാത്രമാണ്, നടപ്പിലാവുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വേണ്ടി ശബ്ദിക്കേണ്ടതും നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതും നാം ഓരോരുത്തരുമാണ് എന്നുള്ള തിരിച്ചറിവേണ്ടത്. നമുക്ക് കഴിവുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവരെല്ലാം പരസ്യങ്ങളാണ് അല്ലെ? എന്നോട് ഷാൻജ ചോദിച്ചു ഇവരൊക്കെ എന്ത് ചെയ്യുന്നവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിലെല്ലാറ്റിനും പ്രത്യേകത ഇവിടെ വെച്ച എല്ലാ സ്ഥാപനത്തിലെയും ഉടമകൾ നഴ്സുമാരാണ് അല്ലെ? എല്ലാവരും നിങ്ങൾ നോക്കിയപ്പോൾ ഇവരെല്ലാം 2011 ശേഷമായിരിക്കും എന്തായിട്ടുണ്ടാവുക, എന്റർപ്രണറായിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ ചിന്തിക്കാൻ മാത്രം വളർന്ന ഒരു ശേഷിയെ വളർത്തിയെടുത്തത് ഒരു സംഘടിത സ്വഭാവമാണ്. ഇപ്പൊ നീതൊക്കെ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാ വേദികളും പറയാറുണ്ട്. ഇപ്പൊ അതുപോലെ കഴിഞ്ഞ ദിവസം ചേർത്തല ആന്റണീസ് ഉടമ ആന്റണി എന്ന് പറയും, ഞാൻ ഒരു സംഘടനക്കും പരസ്യം കൊടുക്കാറില്ല, പക്ഷെ യുഎനിലേക്ക് തരും. കാരണം ഞാനൊരു നേഴ്സായപ്പോൾ ഒരു സമരം ചെയ്യാൻ കൂടെ ആളില്ലാത്ത അവസ്ഥ, ഞാൻ ഒറ്റയ്ക്കും ശബ്ദിച്ചാൽ കൂടെ നിൽക്കുന്ന പാര വെക്കുന്ന അവസ്ഥ, ഇന്ന് അതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ, ഓരോ യൂണിറ്റ് നേതാക്കന്മാരും അക്ഷീണം പ്രയത്നിച്ചതിന്റെ ഭാഗമാണ് നിങ്ങളാണ് യുഎൻഎയുടെ ബ്രാൻഡ് അംബാസഡർമാർ എന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കറിയാം 2019 ഞങ്ങൾ ജയിലിൽ കയറുമ്പോ, നേരത്തെ ആരിഫ് സൂചിപ്പിച്ചു, ഷാജിൻ സാറ് ഞങ്ങളെ ജയിലിൽ കയറുമ്പോ ഞാനും ഷോബിയൊക്കെ കയറുമ്പോ അവിടെ ഉള്ള പോലീസുകാർ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ സ്വതന്ത്ര സംഘടനയാണ്, പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞ ഒരു ആശങ്കയുണ്ട്. കാരണം ഞങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹപ്രവർത്തകർ ഇതിനെങ്ങനെ നേരിടും? കാരണം എല്ലാ നേതാക്കന്മാരും അറസ്റ്റിൽ, മറ്റുള്ളവർ ഒളിവിൽ, എങ്ങനെ ഞങ്ങൾക്ക് നേടാൻ പറ്റും എന്നറിയില്ല. അത് പറഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു പോലീസ് ഓഫീസർ ഓടി വന്നോട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജിഹായി, നിങ്ങളുടെ നാക്കായി ഷാജിൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിയിൽ 3 മിനിറ്റ് കൊണ്ട് വന്ന് ആയിരക്കണക്കിന് നഴ്സുമാരുടെ പിന്നിലാണ്. ആ നന്ദിയും കടപ്പാടും എന്നും ഈ പ്രസ്ഥാനത്തിന് ഷാജിൻ സ്കറിയ അവരോട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇന്നലെ ഹോട്ടലിൽ താമസിക്കാൻ വേണ്ടി ഞങ്ങൾ റൂം ബുക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഷാൻസാർ പറഞ്ഞത് പറ്റില്ല, ഞാൻ ബുക്ക് ചെയ്യും. ഇന്നവരെ യുഎൻഎയുടെ ഭാഗമായിട്ട് ചായ പോലും വാങ്ങി കൊടുക്കാത്ത ഏക പത്രപ്രവർത്തനുണ്ടെങ്കിൽ അതാണ് ഷാഹിൻ സാർ. നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രിയ സുഹൃത്ത് റോജി ഇവിടെ ഉണ്ട്, പത്തനംതിട്ട ജില്ലയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയപ്പോ എല്ലാവരും യുഎൻഎക്കെതിരെ വാർത്ത ചെയ്യുമ്പോ ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു ഒരു സഹായം. അദ്ദേഹം പറഞ്ഞു, ജാസ്മിൻ റോജി സത്യസന്ധനാണോ? നമ്മൾ പറഞ്ഞു ധൈര്യമായി വിശ്വസിക്കാം, അദ്ദേഹമാണ് ആദ്യമായി അന്നാ പ്രശ്നത്തിനും നമുക്ക് വേണ്ടി ലീഡ് ചെയ്തത്. അതിനുശേഷമാണ് ഏറ്റവും വലിയ പ്രതിരോധം നാം തീർത്തത്. അങ്ങനെ ചേർത്ത് പിടിച്ചവരെ മാത്രം. പിന്നെ പ്രകാശ് ചേട്ടനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവരുടെ പാർട്ടി SUC ആയാലും ഏറ്റവും ശക്തമായ പിന്തുണ. എന്ത് പ്രശ്നം വന്നോട്ടെ, ഇപ്പോ ഇലക്ഷന്റെ സമയത്ത് പോലും
അവരുടെ ആലോചിച്ചു പേടിക്കണ്ട, എവിടെയാണ് നഴ്സുമാരുടെ വോട്ടുള്ളത്, ഞങ്ങളുടെ ഏരിയയില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വിടുന്നേരാം. അങ്ങനെ ചേർത്ത് പിടിക്കുന്നവരെ നാം ചേർത്ത് പിടിക്കും. അങ്ങനെയാണ് നാം ഈ കാണുന്ന രൂപത്തിലായിട്ടുള്ളത്. അപ്പൊ പ്രിയ സഹപ്രവർത്തകരെ, ദീർഘിപ്പിക്കുന്നില്ല, ഇതൊരു പോരാട്ടമാണ്. 2019 നാം വിജയിച്ച ശേഷം നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ട് നമുക്ക് അധികാരം കൈവിട്ടു പോയത്. പിന്നീട് ആ നിയമം ഉപയോഗിച്ച് തന്നെ നാം വീണ്ടും ഒരു ഇലക്ഷൻ നേടിയിരുന്നു. ആ ഇലക്ഷനിൽ ഏറ്റവും ഉജ്ജ്വലമായ ഒരാളെയും എനിക്ക് തോന്നുന്നുള്ള പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തവരാണ്. പക്ഷേ ഔപചാരികതയുടെ പേരിൽ മാത്രം ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. പലരും ചോദിക്കുന്നുണ്ട്, എന്റെ എല്ലാവരും പ്രവർത്തനം തുടങ്ങിയിട്ടും UN എന്താണ് തുടങ്ങാത്തത്? കാരണം ജനുവരി 31 തുടങ്ങിയാണ് ബാക്കിയുള്ളവരൊക്കെ. എല്ലാ ആശുപത്രിയിലും കയറി ഇറങ്ങേണ്ടതാണ് ഞാൻ കേട്ടു, അല്ലേ? എല്ലായിടത്തും നോട്ടീസ് കൊടുക്കുന്നതൊക്കെ കേട്ടു. പക്ഷെ ആ നോട്ടീസുകളൊക്കെ വേസ്റ്റ് കൊട്ടയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയണം. അപ്പോ ഉജ്ജ്വലമായ പ്രവർത്തനം നാം ഇവിടെ തുടങ്ങുകയാണ്. ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പ് നമുക്കൊരു പരിപാടിയുണ്ട്. അവരെ കുറ്റിക്കൊടുക്കും നിങ്ങളുടെ പറയാനുള്ളതാണ്. നമ്മുടെ UN PBLS സീക്കും ചേർന്ന് നമ്മള് ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ ഇപ്പൊ B1 പാസ്സായ 15 പേർ അടുത്ത ദിവസം ജർമ്മനിലേക്ക് പോവുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അവർ 3:30 മണിക്ക് നമ്മുടെ പരിപാടി പറഞ്ഞുകൊണ്ട് അവരെല്ലാം ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മാത്രമേ ഇപ്പൊ B2 ഒക്കെ പഠിക്കുന്ന A2 ഒക്കെ പഠിക്കുന്ന കുറെ ആൾക്കാർ എന്നെ ഇതിന് മുന്നേ വന്ന് കണ്ടിരുന്നു. അപ്പോ അവർക്കുള്ള ഒരു ഔപചാരികമായ യാത്ര ഇപ്പോൾ ഏറ്റവും ഗംഭീരമായിട്ട് ആദ്യം ഇവിടെ നടത്തപ്പെടും. അതിനുശേഷമായിരിക്കും ഉദ്ഘാടനം നടക്കുക. കാരണം അവർക്ക് പലർക്കും അടുത്ത ദിവസങ്ങളിൽ ജർമ്മനിയിലേക്ക് പോകാനുള്ളതാണ്. എന്തായാലും ഇതുവരെ ഔദ്യോഗികമായിട്ട് ജർമ്മനി UN രൂപീകരിച്ചിട്ടില്ല. എന്തായാലും അടുത്തൊരു മാസത്തിനുള്ളിൽ ജർമ്മനിയും UN ഉണ്ടാകും എന്നുള്ളത് മാത്രം ആ വാർത്ത കേൾക്കാനും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന 500-ലധികം ആളുകൾ, അപ്പൊ അവര് കൂടി അവിടെ എത്തുന്നതോടെ ഏറ്റവും സുശക്തമായ സംഘടനാ സംവിധാനം അവിടെയും ഉണ്ടാകും. അവരെ ആദരിക്കുന്ന ചടങ്ങായിരിക്കും അടുത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന മുഴുവൻ പേർക്കും, മുഴുവൻ പോരാളികളെന്ന് എനിക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഞാൻ വിളിക്കുക. ഒരിക്കലും ബാലകന്മാർ എന്ന് പറയാറില്ല. നമ്മളെപ്പോഴും വിശേഷിപ്പിക്കാർ പോരാളികളാണ്. ഒരമ്മ പോരാളിയാണ്, ഒരു നേഴ്സ് പോരാളിയാണ്. അതുപോലെ തന്നെ UN എന്ന് പറയുന്ന സംഘടന ഏറ്റവും ശക്തമായ പോരാളികളാണ്. ആ പോരാളികളെ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.